നമ്മുടെ ഒഫീഷ്യൽ ഹിസ്റ്ററി ബുക്കുകളൊക്കെ എടുത്ത് നോക്കിയാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയൊരു നയതന്ത്ര ബന്ധമുള്ളതായാണ് നമുക്ക് കാണാൻ കഴിയുക. വലിയ വേദികൾ പങ്കിടുന്നു, പരസ്പരം കൈകൊടുക്കുന്നു, ചിരിച്ചുകൊണ്ടുള്ള ഫോട്ടോകൾ എടുക്കുന്നു. ഇതെല്ലാമാണ് നമ്മൾ പുറം ലോകത്ത് കാണുന്നത്. പക്ഷേ ഈ ചിരികൾക്കും കൈകൊടുക്കലുകൾക്കും പിന്നിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ജനനം മുതൽ തന്നെ നേളുകൾക്കിടയിൽ മറ്റൊരു കഥ കൂടി നടക്കുന്നുണ്ട്. അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള CIA ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളും തമ്മിൽ നടന്ന ഒരു രഹസ്യ യുദ്ധത്തിന്റെ കഥയാണിത്. അട്ടിമറികളും ആ അട്ടിമറികളെ നേരിടാനുള്ള നീക്കങ്ങളും പ്രോക്സി വാറുകളും രഹസ്യ ഓപ്പറേഷനുകളും ഒക്കെ നിറഞ്ഞ ഒരു ക്രൂരമായിട്ടുള്ള യുദ്ധം. വാർത്താ തലക്കെട്ടുകളിൽ ഒരിക്കലും വരാത്ത കൊലപാതകങ്ങളും ചരിത്രത്തിന്റെ പേജുകളിൽ മഷി ഉണങ്ങുന്നതിന് മുമ്പ് പേരുമായ്ക്കപ്പെട്ടു പോയ ഒട്ടനവധി ഹീറോകളും ഈ നിഴൽ യുദ്ധത്തിന്റെ ഭാഗമാണ്. പല എഴുത്തുകാരും മുൻ ഇന്റലിജൻസ് ഓഫീസർമാരും ഇപ്പോൾ പുറത്തു വന്ന രഹസ്യ രേഖകളും ഒക്കെ പറയുന്നത് അനുസരിച്ച് ഈ നിഴൽ യുദ്ധം ഇന്ത്യയിൽ നിഗൂഢമായ ഒരുപാട് മരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നാണ്. ഇന്ത്യയിലെ ടോപ്പ് ലെവൽ സയന്റിസ്റ്റുകൾ മുതൽ നയതന്ത്ര ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും വരെ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്ന് പറയപ്പെടുന്നു. എന്തിനേറെ പറയുന്നു, ഇന്ത്യയുടെ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ മരണം പോലും ഇതിന്റെ ഭാഗമാണെന്ന് സംശയിക്കുന്നവരുണ്ട്. ഔദ്യോഗികമായിട്ട് ഈ മരണങ്ങളെല്ലാം തന്നെ വെറും അപകടങ്ങൾ എന്നോ അല്ലെങ്കിൽ സ്വാഭാവിക മരണം എന്നോ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ചാരുവൃത്തിയുടെ ലോകത്ത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാറുണ്ട്. കോയിൻസിഡൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന പലതും വാസ്തവത്തിൽ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഓരോ ഇവന്റുകൾ മാത്രമാണ്. ഈ കഥയിലെ അത്തരം കോയിൻസിഡൻസ് തുടങ്ങുന്നത് CIA രൂപീകരിക്കപ്പെട്ട ആ നിമിഷം മുതലാണ്. 1947 സെപ്റ്റംബർ 18 അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കൃത്യം ആഴ്ചകൾക്ക് ശേഷം അമേരിക്കയിൽ ഒരു പുതിയ ഇന്റലിജൻസ് ഏജൻസി രൂപം കൊള്ളുകയാണ്. അതാണ് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി അഥവാ CIA. ലോകമെമ്പാടുമുള്ള അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു ഇവരുടെ ഒഫീഷ്യലായിട്ടുള്ള ചുമതല. എന്നാൽ പല ഗവേഷകരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അൺഒഫീഷ്യലായിട്ട് അവർക്ക് മറ്റൊരു ജോലി കൂടി ഉണ്ടായിരുന്നു. ഏത് വിധേനയും വാഷിംഗ്ടണിനെ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ലോകത്തെ മാറ്റിയെടുക്കുക എന്നുള്ളത്. രൂപീകരിക്കപ്പെട്ട് വെറും 10 വർഷത്തിനുള്ളിൽ തന്നെ CIA ലോകമെമ്പാടും പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു. ഭൂമിയിലെ ഏതാണ്ട് എല്ലാ മേഖലകളെക്കുറിച്ചും വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, പിന്നെ തീർച്ചയായും ഏഷ്യ, ഇവിടങ്ങളിലെല്ലാം വളരെ വിശദമായിട്ടുള്ള വിവരങ്ങൾ അവർ ശേഖരിച്ചു വെച്ചു. പല അനലിസ്റ്റുകളും പറയുന്നത് അനുസരിച്ച് ഏതാണ്ട് 190-ലധികം രാജ്യങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു ബ്ലൂ പ്രിന്റ് തന്നെ CIA തയ്യാറാക്കി വെച്ചിരുന്നു. ആ രാജ്യങ്ങൾ ഭരിക്കുന്നത് ആരാണ്, അവരെ എതിർക്കുന്നത് ആരാണ്, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ ആർക്കാണ് കരുത്തുള്ളത്, ആർക്കാണ് കുറവുള്ളത്, അവിടെ നടക്കുന്ന ജനകീയ സമരങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, പണം കൊടുത്ത് സ്വാധീനിക്കാൻ കഴിയുന്ന നേതാക്കൾ ആരെല്ലാമാണ്, ആരെയാണ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരുന്നു. ഓരോ രാജ്യത്തെയും മതം, സംസ്കാരം, വംശീയമായിട്ടുള്ള വേർതിരിവുകൾ, എന്തിനേറെ പറയുന്നു ആവശ്യമെങ്കിൽ ആയുധം കൊടുത്ത് സഹായിക്കാൻ പറ്റുന്ന ചെറിയ വിമത ഗ്രൂപ്പുകളെ വരെ അവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചു. ഇത്രയും വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പിന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഓരോ രാജ്യത്തിൻ്റെയും ബലഹീനതകൾ കണ്ടെത്തുക, അവ മുതലെടുക്കുക. അങ്ങനെ ആ രാജ്യങ്ങളെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വളച്ചൊടിക്കുക എന്നത് കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ട് പല ചരിത്രകാരന്മാരും ഇൻവെസ്റ്റിഗേറ്റ് ജേർണലിസ്റ്റുകളും ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. ലോകമെമ്പാടുള്ള ഡസൻ കണക്കിന് ഗവൺമെന്റുകളെ അട്ടിമറിക്കാൻ CIA നേരിട്ടോ അല്ലാതെയോ സഹായിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ചില കണക്കുകൾ പ്രകാരം ഏതാണ്ട് 50-ലധികം രാജ്യങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇവർ ഇടപെട്ടിട്ടുണ്ട്. വാഷിംഗ്ടണിന്റെ നിലപാടുകളോട് യോജിക്കാത്ത ഗവൺമെന്റുകളെ താഴെ ഇറക്കാനോ അല്ലെങ്കിൽ അതിന് ശ്രമിക്കാനോ ഇവർ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഈ കണക്കുകൾ പൂർണ്ണമായും ശരിയാണോ അല്ലയോ എന്നതല്ല കാര്യം, മറിച്ച് ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്: ലാറ്റിൻ അമേരിക്ക മുതൽ മിഡിൽ ഈസ്റ്റ് വരെയും ആഫ്രിക്ക മുതൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ വരെയും CIA സ്പോൺസർ ചെയ്ത ഓപ്പറേഷനുകൾ പലപ്പോഴും ആ രാജ്യങ്ങളിൽ ആഭ്യന്തര യുദ്ധങ്ങളും ഏകാധിപത്യ ഭരണകൂടങ്ങളും തകർന്നടിഞ്ഞ സമൂഹങ്ങളും മാത്രമാണ് ബാക്കി വെച്ചിട്ടുള്ളത്. ഇന്നും ആ മുറിവുകൾ നമുക്ക് ലോകത്തിന്റെ പല ഭാഗത്തും കാണാൻ സാധിക്കും. മിഡിൽ ഈസ്റ്റിലേക്ക് തന്നെ ഒന്ന് നോക്കൂ. യുദ്ധങ്ങൾ കൊണ്ടും കടന്നുകയറ്റങ്ങൾ കൊണ്ടും തകർന്നടിഞ്ഞ എത്രയെത്ര രാജ്യങ്ങളാണ് അവിടെ ഉള്ളത്. ആഫ്രിക്കയിൽ പല രാജ്യങ്ങളും ഇപ്പോഴും അവസാനമില്ലാത്ത ആഭ്യന്തര യുദ്ധങ്ങളിലും വിദേശ പിന്തുണയുള്ള മിലീഷ്യകൾ തമ്മിലുള്ള പോരാട്ടങ്ങളിലും വലയുകയാണ്. അവരുടെ
സാമ്പത്തിക വ്യവസ്ഥ അത്രമേൽ തകർന്നു കഴിഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും വിദേശ സഹായമില്ലാതെ അവർക്ക് നിലനിൽപ്പില്ല എന്ന അവസ്ഥയായി. പല വിദഗ്ധരും വാദിക്കുന്നത് ഈ പ്രദേശങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നതിൽ അമേരിക്കയുടെ ഇടപെടലുകൾക്കും CIA രഹസ്യ ഓപ്പറേഷനുകൾക്കും വലിയ പങ്കുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ 1947 ഇന്ത്യ എന്ന പുതിയ രാജ്യം ലോകഭൂപടത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വലിയ ജനസംഖ്യയും അളവറ്റ വിഭവങ്ങളും ജനാധിപത്യ സംവിധാനവും സൗത്ത് ഏഷ്യയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ലൊക്കേഷനുമൊക്കെയുള്ള ഇന്ത്യ പെട്ടെന്ന് തന്നെ വാഷിങ്ടണിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അമേരിക്കൻ സ്ട്രാറ്റജിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വെറുമൊരു രാജ്യം മാത്രമായിരുന്നില്ല. ഏഷ്യയിലെ അവരുടെ പവർ ഗെയിമിലെ ഒരു പ്രധാന കരുവായിരുന്നു ഇന്ത്യ. മറ്റു വൻശക്തികളെ പ്രതിരോധിക്കാനും അവർ എഴുതിയ തിരക്കഥ പ്രകാരം ഭാവിയിൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ക്ലൈന്റ് സ്റ്റേറ്റാക്കി മാറ്റാനും പറ്റിയ ഒരിടമായിട്ടാണ് അവർ ഇന്ത്യയെ കണ്ടത്. അത് നടപ്പിലാക്കാൻ വേണ്ടി ഇന്ത്യൻ അനലിസ്റ്റുകളും വിദേശ അനലിസ്റ്റുകളും ആരോപിക്കുന്നത് പോലെ ഇന്ത്യയെ നയതന്ത്രപരമായിട്ടും രാഷ്ട്രീയമായും എന്തിനെ ആഭ്യന്തരമായിട്ടും ദുർബലപ്പെടുത്താൻ CIA വഴികൾ തേടി തുടങ്ങി. അവരുടെ പ്ലാന് വളരെ ലളിതമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തുക, ഇന്ത്യക്ക് ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളുമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടാക്കുക, ഇന്ത്യക്കുള്ളിൽ തന്നെ അസ്ഥിരതകൾ സൃഷ്ടിക്കുക. അങ്ങനെ അവസാനം ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ അമേരിക്കയുടെ സഹായം തന്നെ വേണമെന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക. ആത്മവിശ്വാസമുള്ള ഒരു സ്വതന്ത്ര ഇന്ത്യയേക്കാൾ അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുക അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇന്ത്യയായിരിക്കും. വർഷങ്ങളായിട്ട് പുറത്തുവരുന്ന പല രഹസ്യ ഓപ്പറേഷൻ റിപ്പോർട്ടുകളും ഈ ഒരു പാറ്റേണുമായിട്ട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. ഇതിലെ ഏറ്റവും പഴയതും എന്നാൽ നാടകീയവുമായിട്ടുള്ള ഒരു ഉദാഹരണം നടക്കുന്നത് പസഫിക് സമുദ്രത്തിന് മുകളിൽ വെച്ചാണ്. അതായത് 1955 ഏപ്രിൽ 10 ബോംബെയിൽ നിന്ന് എയർ ഇന്ത്യയുടെ 300 നമ്പർ വിമാനം പുറപ്പെട്ടു. കാശ്മീർ പ്രിൻസസ് എന്നാണ് ആ വിമാനം അറിയപ്പെട്ടിരുന്നത്. ഇന്തോനേഷ്യയിലേക്കായിരുന്നു ആ യാത്ര. ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ബന്ധുങ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോകുന്ന ചൈനീസ് പ്രതിനിധി സംഘത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെ 19 പേരാണ് വിമാനത്തിൽ അന്നുണ്ടായിരുന്നത്. വിമാനം ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നുകൊണ്ടിരിക്കെ സമുദ്രത്തിന് മുകളിൽ വെച്ച് വിമാനത്തിന്റെ വലത് ചിറകിൽ ഘടിപ്പിച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിക്കുകയാണ്. മിനിറ്റുകൾക്കുള്ളിൽ വിമാനത്തിന് തീപിടിക്കുകയും അത് തകർന്ന് കടലിൽ പതിക്കുകയും ചെയ്തു. 16 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഈ വാർത്ത പെട്ടെന്ന് തന്നെ ലോകം മുഴുവൻ പടർന്നു. പക്ഷേ എയർ ഇന്ത്യയുടെ വിമാനം തകർന്നു എന്നത് മാത്രമായിരുന്നില്ല അതിന് കാരണം. യഥാർത്ഥ നടുക്കം അതായിരുന്നില്ല. അതിനേക്കാൾ വലിയൊരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നു. വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ആ യാത്രയിൽ ഉണ്ടാവേണ്ടിയിരുന്ന ഒരു പ്രത്യേക വ്യക്തി വിമാനത്തിൽ കയറിയില്ല. അത് മറ്റാരുമായിരുന്നില്ല, ചൈനീസ് പ്രീമിയർ ആയിരുന്ന ഷൗ എൻലായ് ആയിരുന്നു. അദ്ദേഹം ആ വിമാനത്തിൽ കയറിയിരുന്നെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യത 0 പെട്ടെന്ന് തന്നെ ലോകമെമ്പാടും പലതരം കിംവദന്തികളും തിയറികളും പടർന്നു. നയതന്ത്ര മേഖലകളിലും വിദേശ പത്രങ്ങളിലും രഹസ്യ റിപ്പോർട്ടുകളിലും ഒരേയൊരു ചോദ്യം മാത്രം ഉയർന്നു വന്നു: ആരാണ് ഷൗ എൻലായുടെ മരണം ആഗ്രഹിക്കുന്നത്? വൈകാതെ തന്നെ ഒരു അപകടകരമായിട്ടുള്ള കഥ പ്രചരിച്ചു തുടങ്ങി. ചൈനീസ് പ്രീമിയറിനെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ ഇന്ത്യയും പങ്കാളിയാണ് എന്നതായിരുന്നു അത്. ഇന്ത്യയുടെ വിമാനം അതിനായി ഉപയോഗിക്കാൻ ന്യൂഡൽഹി അനുവാദം നൽകി എന്ന് പലരും വിശ്വസിച്ചു. ഒരു പ്രധാന ചൈനീസ് നേതാവിനെ ഇല്ലാതാക്കുന്നതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളെ രഹസ്യമായിട്ട് സഹായിക്കുകയാണ് ഇന്ത്യ ചെയ്തതെന്ന് ചിലർ ആരോപിച്ചു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു ട്രാജഡി മാത്രമായിരുന്നില്ല, വലിയൊരു നയതന്ത്ര ദുരന്തമായിരുന്നു. ചൈന അന്ന് ഇന്ത്യയുമായിട്ട് നല്ലൊരു ബന്ധം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന സമയമാണ്. ഹിന്ദി ചീനി ബായ് ബായ് എന്ന മുദ്രാവാക്യം അന്ന് വലിയ പ്രസക്തിയുള്ള ഒരു കാലമായിരുന്നു. കോളനിവൽക്കരണത്തിനും പാശ്ചാത്യ ആധിപത്യത്തിനും എതിരെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനാണ് ബന്ധുങ് കോൺഫറൻസ് ലക്ഷ്യമിട്ടിരുന്നത്. ആ സമയത്ത് ഷൗ എൻലായെ കൊല്ലാനുള്ള പ്ലാനിൽ ഇന്ത്യയുമുണ്ടെന്ന് കരുതിയാലേ പുതിയതായി സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങളുടെ വിശ്വസ്തനായിട്ടുള്ള നേതാവെന്ന ഇന്ത്യയുടെ ഇമേജ് ഒറ്റ രാത്രി കൊണ്ട് തകർന്നടിയും. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ ഈ സാഹചര്യം എത്രത്തോളം ഭീകരമാണെന്ന് മനസ്സിലായി. മുൻ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം ഉടൻ തന്നെ ഒരു യുവ ഇന്റലിജൻസ് ബ്യൂറോ ഓഫീസറെ ഈ കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി. ഈ സംഭവത്തിന് പിന്നിൽ എന്താണ് നടന്നതെന്ന് കൃത്യമായിട്ട് കണ്ടെത്താൻ ഉത്തരവിട്ടു. മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറിയും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടും ഒടുവിൽ അവർ കണ്ടെത്തിയ വിവരം ഞെട്ടിക്കുന്നതായിരുന്നു. പിന്നീട് വന്ന പല റിപ്പോർട്ടുകളും അനാലിസിസുകളും പറയുന്നത് ഈ വധശ്രമത്തിൽ ഇന്ത്യക്ക് യാതൊരു പങ്കുമില്ല എന്നാണ്. വാസ്തവത്തിൽ CIA ബന്ധമുള്ള ചിലര് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ചൈനീസ് പക്ഷക്കാരെ കൂട്ടുപിടിച്ച് ഷൗ എൻലായെ കൊല്ലാൻ വിമാനത്തിൽ ബോംബ് വെച്ചതാണ് എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്.
ആ ബോംബ് സ്ഫോടനത്തിന് ശേഷം ആ കുറ്റം ഇന്ത്യയുടെ തലയിൽ ഇടുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഒരു വെടിക്ക് 2 പക്ഷി എന്നതായിരുന്നു ആ പ്ലാൻ. 1, പ്രധാനപ്പെട്ട ഒരു ചൈനീസ് നേതാവിനെ ഇല്ലാതാക്കുക. 2, ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയൊരു അവിശ്വാസം ഉണ്ടാക്കുക. അങ്ങനെ നെഹ്റു കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച നോൺ അലൈൻഡ് മൂവ്മെന്റിനെ ദുർബലപ്പെടുത്തുക. പിന്നീട് ചൈനീസ് ഇന്റലിജൻസ് തന്നെ പരസ്യമായിട്ട് പറഞ്ഞു, തങ്ങൾക്കെതിരെ സിഐഎയും കുവോമിൻതാങ് ഏജന്റുകളും ചേർന്നാണ് ഈ ഗൂഢാലോചന നടത്തിയതെന്ന്. ആ അവകാശവാദത്തിലെ ഓരോ പോയിന്റും ശരിയാണോ എന്നത് മാറ്റി നിർത്തിയാൽ പോലും അതിന്റെ രാഷ്ട്രീയ ആഘാതം വളരെ വലുതായിരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ വിഷം കലർത്താനും മറ്റു ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാനും ആരോ ശ്രമിച്ചു. ഇന്ത്യ ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത പങ്കാളിയാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ഒരു ചീത്തപ്പേര് മായ്ച്ചു കളയാൻ ഇന്ത്യക്ക് വർഷങ്ങൾ തന്നെ വേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തിനാണ് ഒരാൾ ഇത്രയും ക്രൂരമായിട്ടുള്ള വഴികൾ തേടുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 1940കളുടെ അവസാനത്തിലേക്കും 50കളുടെ തുടക്കത്തിലേക്കും ഒന്ന് പോകണം. കോൾഡ് വാർ അഥവാ ശീതയുദ്ധത്തിന്റെ തുടക്കകാലമാണത്. 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞതേയുള്ളൂ. ആ തകർച്ചയിൽ നിന്ന് 2 വൻശക്തികൾ ഉയർന്നു വരികയാണ്, അമേരിക്കയും സോവിയറ്റ് യൂണിയനും. യൂറോപ്യൻ സാമ്രാജ്യങ്ങൾ ഭരിച്ചിരുന്ന പഴയ രീതി മാറി ലോകം 2 ചേരികളായിട്ട് വിഭജിക്കപ്പെട്ടു. ഒരു വശത്ത് വാഷിംഗ്ടൺ നയിക്കുന്ന ചേരിയും മറുഭാഗത്ത് മോസ്കോ നയിക്കുന്ന ചേരിയും. ഓരോ പക്ഷവും ആഗ്രഹിച്ചത് തങ്ങളുടെ കൂടെ പരമാവധി രാജ്യങ്ങളെ നിർത്താനാണ്. പക്ഷേ ഇന്ത്യ തെരഞ്ഞെടുത്തത് മറ്റൊരു പാതയാണ്. വാഷിംഗ്ടണിന്റെയോ മോസ്കോയുടെയോ കൂടെ ഒഫീഷ്യലായിട്ട് നിൽക്കാൻ നെഹ്റു വിസമ്മതിച്ചു. പകരം ഈജിപ്തിലെ നാസറും യൂഗ്ലോസ്ലാവിയയിലെ ടിറ്റോയും ഒക്കെ ചേർന്ന് അദ്ദേഹം നോൺ അലൈൻഡ് മൂവ്മെന്റിനെ മുഖമായിട്ട് മാറി. ഒരു വൻശക്തിയുടെ കളിപ്പാവയാകാൻ ആഗ്രഹിക്കാത്ത രാജ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്നു അത്. ഇത് അമേരിക്കൻ ഭരണകൂടത്തിലെ പലരെയും ചുണ്ടിപ്പിച്ചു. ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഇന്ത്യ പാശ്ചാത്യപക്ഷത്തെ കണ്ണും പൂട്ടി പിന്തുണക്കുമെന്ന് അവർ കരുതി. എന്നാൽ അതിനു പകരം ഇന്ത്യ 100-ലധികം രാജ്യങ്ങളെ ഈ മൂവ്മെന്റിന് കീഴിൽ അണിനിരത്തി. വാഷിംഗ്ടന്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറാകാത്ത രാജ്യങ്ങളായിരുന്നു അവ. 1950കളുടെ മധ്യത്തിലും 60കളുടെ തുടക്കത്തിലും വികസ്വര രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്വാധീനം വല്ലാതെ കൂടി വന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തലവേദനയായിരുന്നു. അവരുടെ കാഴ്ചപ്പാടിലെ നോൺ അലൈൻമെന്റ് എന്നത് പാശ്ചാത്യപക്ഷത്തെ ദുർബലപ്പെടുത്തുകയും സോവിയറ്റ് യൂണിയനെ ശ്വാസം വിടാനുള്ള ഇടം നൽകുകയും ചെയ്യുന്നു എന്നതായിരുന്നു. ചില പാശ്ചാത്യ എഴുത്തുകാർ പറയുന്നത് പോലെ സിഐക്കുള്ളിൽ ചിലർ ഇന്ത്യയെ പതുക്കെ അടിച്ചമർത്തേണ്ട അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ട ഒരു രാജ്യമായിട്ടാണ് കണ്ടു തുടങ്ങിയത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കാശ്മീർ പ്രിൻസസ് ഓപ്പറേഷനെ പല ഗവേഷകരും കാണുന്നത്. നോൺ അലൈൻഡ് ലോകത്തെ 2 പ്രധാന ഏഷ്യൻ ശബ്ദങ്ങളായിട്ടുള്ള ഇന്ത്യയും ചൈനയും തമ്മിൽ അടിയോ അവിശ്വാസമോ ഉണ്ടായാലേ ആ മൂവ്മെന്റ് തന്നെ ദുർബലമാക്കും. ഡൽഹിക്കും ബീജിങ്ങിനും ഇടയിൽ ഒരു മതിലുണ്ടാക്കിയാൽ അത് ഏഷ്യയിൽ വാഷിംഗ്ടന്റെ സ്ട്രാറ്റജിക്ക് വലിയ ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ ഷൗ എല്ലായെ കൊല്ലാനും അതിന്റെ കുറ്റം ഇന്ത്യയുടെ മേലെ കെട്ടിവെക്കാനുള്ള പ്ലാന് ആ കാലത്തെ കോൾഡ് വാർ ലോജിക്കുമായി കൃത്യമായിട്ട് യോജിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. കാശ്മീർ പ്രിൻസസ് സംഭവം ഇന്ത്യയുടെ പുറം ലോകത്തെ ഇമേജിനെയാണ് ബാധിച്ചതെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ നടന്ന കാര്യങ്ങൾ വിദേശ ഏജന്റുകൾക്ക് ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എത്രത്തോളം ഇടപെടാൻ കഴിയുമെന്ന് തെളിയിക്കുന്നതായിരുന്നു. 1957 കേരളത്തിൽ ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു. ലോകത്ത് ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നു. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അവിടെ സർക്കാർ രൂപീകരിച്ചു. ഏഷ്യയിൽ സോവിയറ്റ് സ്വാധീനത്തെക്കുറിച്ച് പേടിച്ചിരുന്ന വാഷിംഗ്ടണിന് ഇതൊരു പേടി സ്വപ്നമായിരുന്നു. ഇന്ത്യയിലെ ഒരു വലിയ സംസ്ഥാനത്ത് ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വരിക എന്നത് അവർ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. പിന്നീട് പുറത്തു വന്ന പല റിപ്പോർട്ടുകളും ഓർമ്മക്കുറിപ്പുകളും സൂചിപ്പിക്കുന്നത് CIA വളരെ വേഗത്തിൽ കേരളത്തെ അവരുടെ ഒരു പ്രധാന ടാർഗറ്റായിട്ട് നിശ്ചയിച്ചു എന്നുള്ളതാണ്. അമേരിക്കൻ ഇന്റലിജൻസ് കേരളത്തിലെ സമൂഹത്തെക്കുറിച്ചും സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും വളരെ വിശദമായിട്ട് പഠിക്കാൻ തുടങ്ങിയെന്ന് പറയപ്പെടുന്നു. അവിടുത്തെ ജാതിമത വികാരങ്ങൾ മുതലേ ഭാഷാ പ്രശ്നങ്ങളും സാമ്പത്തിക പരാതികളും വരെ അവർ നിരീക്ഷിച്ചു എന്നുള്ളതാണ്. ഈ വിവരങ്ങൾ ഉപയോഗിച്ചിട്ട് അവിടെ ഒരു കലാപം തന്നെ ഉണ്ടാക്കാം എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തു. പിന്നീട് നടന്ന കാര്യങ്ങൾ ഇന്നും ചരിത്രകാരന്മാർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാണ്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 2 വർഷത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും അക്രമാസക്തമായിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായി എന്നുള്ളതാണ്. ഇത് ഒടുവിൽ ആ സർക്കാരിന്റെ പിരിച്ചുവിടലിലേക്കും രാഷ്ട്രപതി ഭരണത്തിലേക്കും നയിച്ചു. പിൽക്കാലത്ത് ചില വിദേശ എഴുത്തുകാരും ഇൻസൈഡർമാരും ആരോപിച്ചത് ഈ പ്രക്ഷോഭങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായവും പ്രോത്സാഹനവും CIAയുമായി ബന്ധപ്പെട്ട ചാനലുകൾ വഴി നൽകിയിരുന്നു എന്നാണ്.
കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ എതിർക്കുന്ന ലോക്കൽ ഗ്രൂപ്പുകളെ ഇതിനായി അവർ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നു. ഈ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ലഭിക്കുന്ന സന്ദേശം വളരെ ഭീകരമാണ്. ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെ സ്വാധീനിക്കാനും ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ താഴെയിറക്കാനും വിദേശ ഏജൻസികൾക്ക് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. ഈ സമയമെല്ലാം ഇന്ത്യയുടെ സ്വന്തം സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള ഇന്റലിജൻസ് ബ്യൂറോ IB എന്തെടുക്കുകയായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് അവിടെ. വിമർശകർ പറയുന്നത് അവർ ഒന്നും ചെയ്തില്ല എന്നാണ്. ഒന്നെങ്കിൽ ഇങ്ങനെയൊരു നീക്കം അവർ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ വിദേശ ഇടപെടലിന്റെ ആഴം അവർക്ക് മനസ്സിലായിട്ടില്ല. ഇന്റലിജൻസ് പരാജയത്തിന്റെ ഈ പാറ്റേൺ 1960കളിലേക്ക് കടന്നപ്പോൾ കൂടുതൽ വേദനിപ്പിക്കുന്ന ഒന്നായിട്ട് മാറി. 1962 ഇന്ത്യ ചൈനയുമായിട്ട് യുദ്ധത്തിലായി. ഏതൊരു യുദ്ധത്തിലും വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന ഒരു പ്രധാന ഘടകമുണ്ട്, അത് ഇന്റലിജൻസ് ആണ്. ശത്രു എവിടെയുണ്ട്, അവരുടെ ശക്തി എത്രയാണ്, അവരുടെ പ്ലാൻ എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് അറിയണം. പക്ഷേ 62ലെ യുദ്ധത്തിൽ ഇന്ത്യക്ക് ഇന്റലിജൻസ് വിവരങ്ങൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല, കിട്ടിയ വിവരങ്ങൾ തന്നെ തെറ്റുമായിരുന്നു എന്നുള്ളതാണ്. ആ കാലത്തെ ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യൻ സൈനിക നീക്കങ്ങൾ നടത്തുമ്പോൾ നമ്മൾ വല്ലാതെ പേടിച്ചിരുന്നു എന്നാണ്. ചൈനീസ് വ്യോമസേന ഇന്ത്യയിലെ കൊൽക്കത്തയും ഗുവാഹത്തിയിലും പോലുള്ള വലിയ നഗരങ്ങളെ ആക്രമിക്കുമെന്ന് നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ആരോ വിശ്വസിപ്പിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് ചൈനയ്ക്ക് അത്ര വലിയൊരു വ്യോമശക്തി അവിടെ ഉണ്ടായിരുന്നില്ല. അതുപോലെ ടിബറ്റൻ അതിർത്തിയിലുള്ള ആളുകൾ ചൈനയെ പിന്തുണക്കുമെന്ന് നമ്മുടെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വന്നു. ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള വിവരങ്ങൾ ഗവൺമെന്റിൽ ഭയവും ആശയക്കുഴപ്പവും ഉണ്ടാക്കി. അതിന്റെ ഫലമോ ഇന്ത്യ വലിയൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഇന്നും തർക്കത്തിൽ തുടരുന്ന ഒരുപാട് പ്രദേശങ്ങൾ അന്ന് നമുക്ക് നഷ്ടപ്പെടുകയാണ്. ആ സമയത്ത് ഇന്റലിജൻസ് ബ്യൂറോയിലെ ഒരു യുവ ഓഫീസർക്ക് വലിയ നിരാശ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഇന്റലിജൻസ് സംവിധാനം വെച്ചിട്ട് ആധുനിക ലോകത്ത് രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം തന്റെ മേലുദ്യോഗസ്ഥരോട് തുറന്നു പറയുകയാണ്. ആ ഓഫീസറുടെ പേര് പിൽക്കാലത്ത് ഒരു ഇതിഹാസമായിട്ട് മാറി, രാമേശ്വർ നാഥ് കാവോ അഥവാ RN കാവോ. പക്ഷേ അന്ന് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകിയ വെറുമൊരു ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നു. ഇന്ത്യക്ക് ഒരു പ്രൊഫഷണൽ എക്സ്റ്റേണൽ ഇന്റലിജൻസ് ഏജൻസി വേണമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. പിന്നീട് 1965 വന്നു, പാകിസ്ഥാനുമായിട്ട് അടുത്ത യുദ്ധം. അപ്പോഴും ഇന്റലിജൻസ് വിവരങ്ങളുടെ കാര്യത്തിൽ വലിയ പരാതികൾ ഉയർന്നു. ശത്രുവിനേക്കാൾ 2 അടി മുന്നിൽ നിൽക്കുവാൻ ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് സൈനിക പ്ലാനർമാര് പരാതിപ്പെടുകയാണ്. യുദ്ധകളത്തിൽ ഇന്ത്യൻ സൈനികർ ധീരമായിട്ട് പോരാടി. പക്ഷേ ഇന്റലിജൻസ് കാര്യത്തിൽ രാജ്യം ഇപ്പോഴും പിച്ചുവെക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ യുദ്ധത്തിന് പിന്നാലെയാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ചരിത്രത്തെ ഇന്നും വേട്ടയാടുന്ന 2 മരണങ്ങൾ സംഭവിക്കുന്നത്. 1966 ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇന്ത്യയിലെ അതിപ്രധാനമായിട്ടുള്ള 2 വ്യക്തികൾ നിഗൂഢമായിട്ട് കൊല്ലപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയും വിഖ്യാത ശാസ്ത്രജ്ഞൻ ഹോമി ജഹാംഗീർ ബാബയും പാകിസ്ഥാനുമായുള്ള സമാധാന കരാറിൽ ഒപ്പിടാൻ സോവിയറ്റ് യൂണിയനിലെ താഷ്കെൻഡിൽ പോയപ്പോഴാണ് ശാസ്ത്രി മരിക്കുന്നത്. ഹൃദയാഘാതം എന്നായിരുന്നു ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ട്. ഇന്ത്യയുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ പിതാവായിട്ടുള്ള ഹോമി ബാബ മരിച്ചത് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വിമാനം ആൽപ്സ് പർവ്വതനിരയിലെ മോണ്ട് ബ്ലാങ്കിനടുത്ത് തകർന്നു വീണാണ്. 2 വേറെ വേറെ അപകടങ്ങൾ എന്നായിരുന്നു ഒഫീഷ്യലായിട്ടുള്ള വിശദീകരണങ്ങൾ. പക്ഷേ 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ 2 മരണങ്ങളെക്കുറിച്ചും ഒരുപാട് കോൺസ്പിറസി തിയറികൾ വന്നു. ശാസ്ത്രിയെയും ബാബയെയും ഇല്ലാതാക്കാൻ CIAക്ക് ശക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ചില വിദേശ എഴുത്തുകാരെ അവകാശപ്പെട്ടു. ശാസ്ത്രി സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതും സോവിയറ്റ് യൂണിയനുമായിട്ട് അടുക്കുന്നതും ബാബ ഇന്ത്യയെ ഒരു ന്യൂക്ലിയർ പവറാക്കാൻ ശ്രമിക്കുന്നതും അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു. ഒരു മുൻ CIA ഉദ്യോഗസ്ഥൻ പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, പ്രധാനപ്പെട്ട ഇന്ത്യൻ വ്യക്തികളെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ചർച്ചകൾ നടന്നിരുന്നു എന്നുള്ളതാണ്. ആ വാക്കുകൾ എത്രത്തോളം സത്യമാണെന്ന് ഉറപ്പില്ലെങ്കിലും പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിൽ ഈ സംശയം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ടോപ്പ് സയന്റിസ്റ്റിനെയും ഒരു വിദേശ ഏജൻസി കൊലപ്പെടുത്തിയതാകാം എന്ന സംശയം ഇന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ആ അടക്കം പറച്ചിലുകൾ നിലച്ചിട്ടുമില്ല. 1960കളുടെ അവസാനമായപ്പോഴേക്കും ഡൽഹിയിലെ ഭരണാധികാരികൾക്ക് ഒരു കാര്യം വ്യക്തമായി: വിദേശ ഏജൻസികൾക്ക് ഗവൺമെന്റുകളെ അട്ടിമറിക്കാനും യുദ്ധങ്ങൾ തുടങ്ങാനും പ്രധാനപ്പെട്ട നേതാക്കളെ വധിക്കാനും കഴിയുന്ന ഈ ലോകത്ത് ഇനി ഇങ്ങനെ കണ്ണടച്ചിരിക്കാൻ പറ്റില്ല. നിരീക്ഷിക്കുന്നവരെ തിരിച്ച് നിരീക്ഷിക്കാൻ ഒരാൾ വേണം. CIAയും ISAയും മറ്റ് ഏജൻസികളും ഇന്ത്യക്ക് ചുറ്റും എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും ആവശ്യമുണ്ടെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകാനും ഇന്ത്യക്ക് ഒരു സംവിധാനം വേണം. ആ നിർണായക നിമിഷത്തിലാണ് ശാസ്ത്രിയുടെ മരണശേഷം പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി
പഴയ ആ ഓഫീസറെ ഓർക്കുന്നത്. ആർ.എൻ. കാവോ മുമ്പ് കാശ്മീർ പ്രിൻസസ് കേസിലെ അന്വേഷണത്തിലൂടെയും സെക്യൂരിറ്റി കാര്യങ്ങളിലെ ഉപദേശങ്ങളുടെയും അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചതാണ്. ഇനി പഴഞ്ച രീതിയിലുള്ള ഇന്റലിജൻസ് പോരെന്നും ഇന്ത്യക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിദേശ രഹസ്യാന്വേഷണ ഏജൻസി വേണമെന്നും ഇന്ദിരാഗാന്ധി തീരുമാനിക്കുകയാണ്. കാവോ ആ വെല്ലുവിളി ഏറ്റെടുത്തു. മുൻ ഉദ്യോഗസ്ഥരുടെ വിവരണങ്ങൾ പ്രകാരം വെറും 60 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി. വിദേശ ഭീഷണികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, പോലീസിന് പുറത്തുള്ള ആളുകളെ വരെ റിക്രൂട്ട് ചെയ്യാൻ അനുവാദമുള്ള, നേരിട്ട് ഗവൺമെന്റിന്റെ ഉന്നത തലത്തിലേക്ക് മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ. ഇന്ദിരാഗാന്ധി അത് സമ്മതിച്ചു. പക്ഷേ അവർ ചില നിബന്ധനകൾ വെച്ചു. ഏജൻസിയുടെ നേതൃത്വത്തെ പ്രധാനമന്ത്രി തന്നെ തെരഞ്ഞെടുക്കും. ഒരു സർവീസിൽ നിന്നുള്ളവർ മാത്രം പോരെന്നും വൈവിധ്യം വേണമെന്നും അവർ നിർദ്ദേശിച്ചു. തിരിച്ച് കാവയും ചില നിബന്ധനകൾ വെച്ചു. പുതിയ ഏജൻസി തികച്ചും രഹസ്യമായിരിക്കണം. പൊതുജനങ്ങൾക്കിടയിൽ ഒരു പ്രൊഫൈലും പാടില്ല. മീഡിയയിൽ വരാൻ പാടില്ല. നടത്തുന്ന ഓപ്പറേഷനുകൾ ഒഫീഷ്യലായിട്ട് അംഗീകരിക്കാൻ പാടില്ല. അവിടുത്തെ ഓഫീസർമാര് പ്രശസ്തി ആഗ്രഹിക്കാത്ത ആളുകളായിരിക്കണം. അവര് നിഴലുകളിൽ ജോലി ചെയ്യണം. ആവശ്യമെങ്കിൽ ഒരു അടയാളം പോലും ബാക്കി വെക്കാതെ ആ നിഴലുകളിൽ തന്നെ അപ്രത്യക്ഷരാകാൻ കഴിവുള്ള ആളുകളായിരിക്കണം. ആകെ 2 ഒഫീഷ്യലായിട്ടുള്ള പോസ്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫീൽഡ് ഓപ്പറേഷനുകൾ നോക്കുന്ന സെക്രട്ടറി, പിന്നെ അനാലിസിസ് നോക്കുന്ന ജോയിന്റ് സെക്രട്ടറി. മറ്റുള്ളവരൊന്നും റാങ്ക് കൊണ്ടല്ല, മറിച്ച് അവരുടെ ജോലി കൊണ്ടും കോഡ് നാമങ്ങൾ കൊണ്ടുമാണ് അറിയപ്പെടുക. അങ്ങനെ 1968 തോൽവികളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഇന്ത്യയുടെ പുതിയ എക്സ്റ്റേണൽ ഇന്റലിജൻസ് ഏജൻസി ജന്മമെടുത്തു. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അഥവാ റോ. പക്ഷേ ഇതിൻ്റെ തുടക്കം അത്ര സുഖകരമായിരുന്നില്ല എന്ന് വേണം പറയാൻ. റോ രൂപീകരിച്ചത് പഴയ ഇന്റലിജൻസ് ബ്യൂറോയിലെ ചിലർക്ക് തങ്ങൾക്കെതിരെയുള്ള ഒരു അപമാനമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ പുതിയ ഏജൻസിയെ സഹായിക്കുന്നതിന് പകരം അവർ പല രീതിയിൽ അതിനെ തടയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഓഫീസ് സ്പേസ് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല. ഉദ്യോഗസ്ഥരുടെ ട്രാൻസ്ഫർ വൈകിപ്പിച്ചു. ഫർണിച്ചറും മെഷീനുകളും എന്തിനെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫിന് പോലും നൽകാൻ അവർ മടിച്ചു. സ്വന്തം വീട്ടിൽ ആർക്കും വേണ്ടാത്ത ഒരു കുട്ടിയെ പോലെയായിരുന്നു ആദ്യകാലത്ത് റോ എന്ന് പറയുന്നത്. പക്ഷേ കാവോ പതറിയില്ല. ഒരു നല്ല ചാരത്തലവൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ അദ്ദേഹം സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുകയാണ്. പ്രധാനമന്ത്രിയുടെ പിന്തുണയോടെ അദ്ദേഹം ഏതാണ്ട് 250 പേരടങ്ങുന്ന ഒരു കൊച്ചു സംഘത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ്. വെറും 250 പേര്. ലോകമെമ്പാടും 10,000-കണക്കിന് ഏജന്റുമാരുള്ള വമ്പൻ ഏജൻസികളോടാണ് അവർക്ക് പോരാടേണ്ടത്. ഒരു ആനക്കൂട്ടത്തിന് നേരെ കുറച്ച് ചെന്നായ്ക്കളെ വിടുന്നത് പോലെയായിരുന്നു അത്. പക്ഷേ ആ ചെന്നായ്ക്കൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിയായുള്ളൊരു കെട്ടിടം പോലും ഇല്ലാത്തതുകൊണ്ട് ഡൽഹിയിലെ വസന്ത് വിഹാറിലുള്ള ഒരു പഴയ ഉപേക്ഷിക്കപ്പെട്ട സിനിമാ തിയേറ്ററാണ് റോയുടെ ആദ്യത്തെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് കാവോ തെരഞ്ഞെടുക്കുന്നത്. പൊടിപിടിച്ച ആ വലിയ ഹാളില് പൊളിഞ്ഞ ഇരിപ്പിടങ്ങൾക്കും ചുവരുകൾക്കും ഇടയിലാണ് ഇന്ത്യയുടെ ഇന്റലിജൻസ് സിസ്റ്റം പിച്ചവെച്ചത്. അവിടെ വലിയ ഗ്ലാസ് ടവറുകളോ സൈൻ ബോർഡുകളോ കൊടികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുറച്ച് സ്ത്രീ പുരുഷന്മാരും ഏതാനും ടൈപ്പ് റൈറ്ററുകളും മാത്രം. പക്ഷേ അവർക്കൊരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. ഒരു ദിവസം ഇന്ത്യ നിഴലുകളിൽ ഒതുങ്ങിക്കൂടുക മാത്രമല്ല ചെയ്യുക, മറിച്ച് ആ നിഴലുകളെ നിയന്ത്രിക്കുകയും ചെയ്യുമെന്ന്. അടുത്ത വലിയ കടമ്പ ട്രെയിനിങ് ആയിരുന്നു. ചാരുകത്തിയുടെ രഹസ്യങ്ങൾ അവർക്ക് വേഗത്തിൽ പഠിക്കണമായിരുന്നു. സർവൈലൻസ്, രഹസ്യ ആശയവിനിമയങ്ങൾ, ആളുകളെ റിക്രൂട്ട് ചെയ്യല്, അട്ടിമറികള്, കൗണ്ടർ ഇന്റലിജൻസ്, അങ്ങനെ എല്ലാം. കാവോ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും രഹസ്യമായിട്ട് ബന്ധപ്പെട്ടു. പല ഓഫീസർമാരെയും ലോകത്തിലെ ഏറ്റവും മികച്ച ഏജൻസികളുടെ കൂടെ ട്രെയിനിങ്ങിനായിട്ട് അയക്കുകയും ചെയ്തു. സോവിയറ്റ് യൂണിയനിലേക്കും ബ്രിട്ടനിലേക്കും ഇസ്രായേലിലേക്കും എന്തിന് ചില പ്രത്യേക കാര്യങ്ങൾ പഠിക്കാൻ അമേരിക്കയിലേക്കും വരെ ഓഫീസർമാരെ അയക്കാണ്. ചില സമയത്ത് ഒരു വിദേശ ഏജൻസിക്ക് പോലും അറിയില്ലായിരുന്നു ഇതേ ഇന്ത്യൻ ഓഫീസർ തന്നെ അവരുടെ ശത്രുപക്ഷത്തുള്ള ഏജൻസിയുടെ കൂടെ ട്രെയിനിങ് എടുക്കുന്നുണ്ട് എന്നുള്ളത്. റോ എല്ലാവരിൽ നിന്നും പഠിക്കുകയായിരുന്നു. പക്ഷേ തങ്ങളുടെ കയ്യിലുള്ള കാർഡുകൾ ആർക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്തില്ല. 1970കളുടെ തുടക്കമായപ്പോഴേക്കും രാജ്യത്തിന്റെ അതിരുകൾക്ക് അപ്പുറം പോയിട്ട് ഓപ്പറേഷനുകൾ നടത്താൻ തയ്യാറായിട്ടുള്ള ഒരു ചെറിയ സംഘം ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞു. ഇനി ചോദ്യം റോ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതല്ല, മറിച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ താല്പര്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന CIA പോലെ ഒരു വമ്പൻ ഏജൻസിയെ നേരിടാൻ ഇവർക്ക് കഴിയുമോ എന്നതാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം വൈകാതെ തന്നെ വരികയും ചെയ്തു. ഈസ്റ്റ് പാകിസ്ഥാനിൽ നടന്ന ചോരപ്പുഴയും ആഭ്യന്തര യുദ്ധവും അത്
അതുകാരണം ഉണ്ടായിട്ടുള്ള വലിയ അഭയാർത്ഥി പ്രശ്നങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ പിടിച്ചു കുലുക്കി. ആ ഒരു പോരാട്ടമാണ് റോയ്ക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ കിട്ടിയ ആദ്യത്തെ വലിയ അവസരം. പക്ഷേ ആ കഥ എങ്ങനെയാണ് 1971 CA കളിച്ച അതേ കളി തിരിച്ചു കളിച്ച് റോ വിജയിച്ചതെന്നും ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം ജനിക്കാൻ ഇന്ത്യ എങ്ങനെ സഹായിച്ചു എന്നും അതിനുശേഷം റോയും സിയയും തമ്മിലുള്ള രഹസ്യ യുദ്ധം എങ്ങനെയൊക്കെ മാറിയെന്നും നമുക്ക് ഈ സീരീസിന്റെ 2ാം ഭാഗത്തിൽ വിശദമായിട്ട് കാണാം.